ശ്രദ്ധിക്കുക. സാധാരണ പരീക്ഷാ പാറ്റേണുകളിൽ നമ്മൾ കാണാറുള്ളത് ഒരു 3 ക്വസ്റ്റ്യൻ മുതൽ 5 ക്വസ്റ്റ്യൻ വരെ എഞ്ചിൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കാണാറുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ സോയിൽ സർവേ ട്രേസർ ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയുടെയും മലപ്പുറം ജില്ലയിലൊക്കെ സോയിൽ സർവേ ട്രേസർ എക്സാം ഉണ്ടായിരുന്നു. അതിന് എഞ്ചിന്റെ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിരുന്നില്ല. എന്ന് വെച്ചിരുന്നാലും നമുക്ക് എഞ്ചിനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ഇരിക്കണം. അതുകൊണ്ട് ഒരു 3 മുതൽ 5 ക്വസ്റ്റ്യൻ വരെ നമുക്ക് എഞ്ചിൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് തുടങ്ങാം. എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കൽ മെഷീനാണ്. ഒരു മെഷീനാണ് എഞ്ചിൻ. ഫ്യുവൽ ബേൺ ചെയ്തിട്ട്, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്യുവൽ, ഡീസൽ എഞ്ചിൻ ഉണ്ടായിരിക്കും, പെട്രോൾ എഞ്ചിൻ ഉണ്ടായിരിക്കും. ഫ്യുവൽ ബേൺ ചെയ്തിട്ട് ഒരു റൊട്ടേഷണൽ എനർജി, കറങ്ങുന്ന രൂപത്തിലുള്ള ഒരു പവർ തരുന്ന, അല്ലെങ്കിൽ ഒരു എനർജി തരുന്ന, കറങ്ങുന്ന രൂപത്തിൽ ഒരു പവർ തരുന്ന ഒരു മെഷീനാണ് എഞ്ചിൻ. നമുക്ക് ഇലക്ട്രിക്കൽ മോട്ടോറുകൾ അറിയാം. ഇലക്ട്രിക്കൽ മോട്ടോറുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടോർ കറങ്ങും, അല്ലെ? കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മോട്ടോർ കറങ്ങും. ഇത് നേരെ മറിച്ചാണ്, നമ്മൾ ഫ്യുവൽ കൊടുത്തു കഴിഞ്ഞാൽ എഞ്ചിൻ കറങ്ങും. ഓക്കെ, അപ്പോൾ പവർ ഉൽപ്പാദിപ്പിക്കുന്ന, റൊട്ടേഷണൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീനാണ് എഞ്ചിൻ. എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, ചിത്രത്തിലൊരു എഞ്ചിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ചിത്രം മനസ്സിൽ വയ്ക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മളെ സിറിഞ്ച് കണ്ടിട്ടുണ്ടാവും, അല്ലെ? നമ്മളെ ഇഞ്ചക്ഷൻ എടുക്കുന്ന സിറിഞ്ച് കണ്ടിട്ടുണ്ടായിരിക്കും. സിറിഞ്ചിലെ മുകളിലോട്ടും താഴത്തോട്ടും പോകുന്ന ഭാഗം ഉണ്ടായിരിക്കും. ഒരു ഭാഗം നമുക്ക് വലിച്ച് ബാക്കിലോട്ട് വലിക്കാം, അതേപോലെ നമുക്ക് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അത് മുകളിലോട്ട് കഴിക്കാം. അതായത് മുകളിലോട്ടും താഴത്തോട്ടും പോകുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. അതിന് നമുക്ക് പിസ്റ്റൺ എന്ന് വിളിക്കാം. ഒരു സിറിഞ്ച് കൺസിഡർ ചെയ്താൽ മുകളിലോട്ടും താഴത്തോട്ടും പോകുന്ന ഭാഗത്തിന് നമുക്ക് പിസ്റ്റൺ എന്ന് വിളിക്കാം. ഓക്കെ, സിറിഞ്ചിന്റെ പുറത്തെ ഷെല്ലിനെ നമുക്ക് സിലിണ്ടർ ആയി കൺസിഡർ ചെയ്യാം. പുറത്തെ ഒരു സിറിഞ്ച് എടുത്താൽ അതിന്റെ പുറത്തെ ഭാഗത്തെ നമ്മൾ സിലിണ്ടർ എന്നും, ഉള്ളിലൂടെ താഴത്തോട്ടും മുകളിലോട്ടും പോകുന്ന ഭാഗത്തിന് നമ്മൾ പിസ്റ്റൺ എന്നും സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പിസ്റ്റൺ, അതായത് നമ്മുടെ സിറിഞ്ചിലെ ആ ഒരു മുകളിലോട്ടും താഴത്തോട്ടും പോകുന്ന ഭാഗത്തിന് നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട്, സിറിഞ്ചിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് ഒരു മരുന്നിന്റെ കുപ്പി ഏറ്റവും മുകളിലായി പിടിച്ചിട്ട് പിസ്റ്റൺ താഴത്തോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മരുന്ന് ഈ സിലിണ്ടറിനകത്തോട്ട് കയറും, അല്ലെ? മരുന്നിന് പകരം എയർ ആണ് കയറിയതെന്ന് സങ്കല്പിക്കാം. അതായത് നമ്മുടെ സിറിഞ്ചിനകത്ത് എയർ ആണ് കയറിയത് എന്ന് സങ്കല്പിക്കാം. ഈ എയർ കയറിയതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സൂചി എടുത്ത് മാറ്റി അവിടെ കൈകൊണ്ട് പൊത്തി എന്ത് ചെയ്യുന്നു? ഈ എയറിനെ അതിനകത്തിട്ട് കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുക പറഞ്ഞാൽ ഈ സിറിഞ്ച് കൊണ്ട് നമ്മൾ അമർത്തുന്നു. അതായത് നമ്മളെ സിറിഞ്ചിന്റെ സൂചി എടുത്ത് കളഞ്ഞ് നമ്മളവിടെ പൊത്തി പിടിച്ച് എന്ത് ചെയ്യുന്നു? ഈ എയറിനെ അമർത്തുന്നു. എയറിനെ അമർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എയർ കംപ്രസ് ആയി കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, പ്രഷർ കൂടും. 2, പ്രഷർ കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. അപ്പൊ ഇത്രയും ടെമ്പറേച്ചർ ആയി നിൽക്കുന്ന ഒരു എയറിലോട്ട് നമ്മൾ ഡീസലിന്, ഒരു ഡീസൽ എഞ്ചിൻ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു ഡീസലിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കറിയാം, നമ്മളൊരു വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുകയാണെന്ന് വിചാരിക്കാം, അല്ലെ? എക്സാമ്പിൾ പറയാം, നമ്മളൊരു വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുകയാണെന്ന് വിചാരിക്കാം. വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ മണ്ണെണ്ണ ഒഴിക്കുന്നതാണോ മണ്ണെണ്ണ തളിക്കുന്നതാണോ പെട്ടെന്ന് കത്തുന്നത്? നമ്മളുടെ ജീവിതാനുഭവത്തിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മണ്ണെണ്ണ തളിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പെട്ടെന്ന് നമ്മളുടെ വേസ്റ്റ് തീ പിടിച്ചു പോകുന്നത്, അല്ലെ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മണ്ണെണ്ണ പെട്ടെന്ന് തളിച്ചു കഴിഞ്ഞാൽ കത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഡീസൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ചൂടായി നിൽക്കുന്ന എയറിലോട്ട്, ഈ സിറിഞ്ചിൽ നമ്മൾ ചൂടായി നിൽക്കുന്ന എയറിലോട്ട് ഡീസൽ സ്പ്രേ ചെയ്യുകയാണെന്ന് വേണ്ടി. അപ്പൊ ഈ ഡീസൽ അവിടെ കടന്ന് കത്തും, അല്ലെ? അപ്പൊ ഈ ഡീസൽ അവിടെ കടന്ന് കത്തും. ഈ ഡീസൽ കത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ഡീസൽ കത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. നമുക്കറിയാം, സിറിഞ്ച് എന്ന് പറഞ്ഞാൽ, സിറിഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിറിഞ്ചിന്റെ ഏത് സൈഡിലോട്ട് ഈ പ്രഷർ പോകാൻ പറ്റില്ല. ഈ പ്രഷറിന് എന്തേ പറ്റുള്ളൂ? ഈ പിസ്റ്റനെ തള്ളി താഴത്തോട്ട് പോകാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സിലിണ്ടറിനകത്ത് ഇപ്പൊ കത്തിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പുകയാണ് ഉണ്ടാവുക, അല്ലെ? ഈ പുകയെ തള്ളി എന്ത് ചെയ്യുന്നു? പിസ്റ്റൺ വീണ്ടും മുകളിലോട്ട് വന്ന് ഈ പുകയെ തള്ളി പുറത്തോട്ട് കളയുന്നു. അപ്പൊ ഇനി ചിത്രത്തിലോട്ട് ശ്രദ്ധിക്കും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ പിസ്റ്റൺ. ഇതാണ് ഞാൻ പറഞ്ഞ പിസ്റ്റൺ എന്ന് പറയുന്ന ഭാഗം. ഈ പിസ്റ്റൺ ആണ് എന്ത് ചെയ്യുന്നത്? താഴത്തോട്ടും മുകളിലോട്ടും പോകുന്നത്. താഴത്തോട്ടും മുകളിലോട്ടും ഈ പിസ്റ്റൺ പോകും, മുകളിലോട്ടും പോകും, അതേപോലെ തന്നെ താഴത്തോട്ടും ഈ പിസ്റ്റൺ പോകും. ഈ പിസ്റ്റൺ മുകളിൽ നിന്നും താഴത്തോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ സിലിണ്ടറിനകത്തിട്ട് ഈ ഭാഗത്തോട്ടൊക്കെ എന്ത് ചെയ്യുന്നു? എയറിനെ വലിച്ചു കയറ്റുന്നു. ഈ പിസ്റ്റൺ ഇതുവരെ എത്തും, അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്തൊക്കെ എയറിനെ വലിച്ചു കയറ്റും. ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്നു? എയറിനെ വലിച്ച് കയറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ നോക്കുക, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വാൽവ് അടയുകയും എന്ത് ചെയ്യുന്നു? എയർ ഇതിനകത്ത് കടന്ന് കംപ്രസ് ആവുന്നു. ഈ പിസ്റ്റൺ ഈ സിലിണ്ടറിനകത്തോട്ട് വന്ന് ഈ എയറിനകത്ത് എന്ത് ചെയ്യുന്നു? കംപ്രസ് ആവുകയും ചെയ്യുന്നു.
ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, ഈ എയറിന് കംപ്രസ് ആവുകയും ചെയ്യുന്നു. അപ്പൊ ഈ എയർ കംപ്രസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ ചൂടാവുകയും ഇതിലോട്ട് നമ്മുടെ ഡീസൽ ഈ കണ്ടോ ഈ ഭാഗത്തൂടെ ഡീസൽ എന്ത് ചെയ്യുന്നു, ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്തൂടെ ഡീസൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഡീസൽ അതിനകത്ത് കിടന്ന് കത്തുകയും ഈ പിസ്റ്റൺ ആ ഫോഴ്സ് വഴി ഈ പിസ്റ്റൺ താഴത്തോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, താഴത്തോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ താഴത്തോട്ടുള്ള മൂവ്മെന്റ് ആണ് പിസ്റ്റന് കിട്ടുന്ന പവർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഞാൻ ആ വീഡിയോ കാണിക്കാം. ഓക്കെ, സക്ഷൻ സ്ട്രോക്ക് ഫസ്റ്റ് കണ്ടോ, താഴത്തോട്ട് പോരുമ്പോൾ എന്ത് ചെയ്യുന്നു, എയറിനെയും ഫ്യൂവലിനെയും അകത്തോട്ട് വലിച്ചു കയറ്റുന്നു. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുക, അടുത്ത എന്താ സംഭവിക്കുന്നു നോക്കുക, കംപ്രഷൻ എന്താ ചെയ്യുന്നത്, പിസ്റ്റൺ മുകളിലോട്ട് പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു, അവിടെ എയറും ഫ്യൂവലും കൂടി എന്ത് ചെയ്യുന്നു, അവിടെ ചൂടായി അല്ലെ, എയർ ചൂടായി, എയർ അവിടെ ചൂടായി നിൽക്കുകയാണ്. ഈ എയറിലോട്ട് എന്ത് ചെയ്തു കൊടുക്കുന്നു, ഈ എയറിലോട്ട് നമ്മൾ ഡീസൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സോറി ഓക്കെ, കംപ്രഷൻ സ്ട്രോക്കിൽ ഒന്നുകൂടി പറയാം, എന്ത് ചെയ്യുന്നു, എയറും ഫ്യൂവലും അവിടെ ചൂടാവുന്നു. ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുകയാണ്. ഈ എക്സ്പ്ലോഷൻ വഴി എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ താഴത്തോട്ട് പോകുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളമുള്ള പവർ. അതായത് പുറത്തോട്ട് ഈ പിസ്റ്റൺ താഴത്തോട്ട് വരുന്നതാണ് നമുക്ക് ഒരു റൊട്ടേഷൻ എനർജി ആയിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൽ കിട്ടുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഈ താഴ്ഭാഗത്തുള്ള ഭാഗമാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ താഴ്ഭാഗത്തുള്ള ഈ ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ താഴ്ഭാഗത്തുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പിസ്റ്റൺ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, സക്ഷന്റെ സമയത്ത് ഇപ്പൊ എയർ ആണ് കയറിയിട്ടുള്ളത്, ഇവിടെ എയർ കയറിയിട്ടുണ്ട്, ഇവിടെ എയർ കയറിയിട്ടുണ്ട്, ഈ ഭാഗത്ത് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, എയർ കയറിയിട്ടുണ്ട്. ഇനി നോക്കാം എന്താ സംഭവിക്കുന്നത്. ഇനി ഫ്യൂവൽ താഴത്തോട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്, പിസ്റ്റൺ താഴത്തോട്ട് മുകളിലോട്ടും പോകുന്നു. അപ്പൊ ക്രാങ്ക് കറങ്ങാണ്. അതായത് പിസ്റ്റൺ എന്താണ് ചെയ്യുന്നത്, പിസ്റ്റൺ മുകളിലോട്ടും താഴത്തോട്ടും പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ക്രാങ്ക് എന്താണ് ചെയ്യുന്നത്, കറങ്ങുന്ന എനർജി ഉത്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിത്രത്തിൽ കൃത്യമായി കാണാൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്താണ് ചെയ്യുന്നത്, പിസ്റ്റൺ താഴത്തോട്ടും മുകളിലോട്ടും പോകുന്നുണ്ട്, ക്രാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് തിരിയുന്നുണ്ട്. പിസ്റ്റൺ മുകളിലോട്ടും താഴത്തോട്ടും പോകുന്നുണ്ട്, ക്രാങ്ക് അതിനനുസരിച്ച് തിരിയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു എഞ്ചിന്റെ പാർട്സുകൾ നോക്കാം. ഒരു എഞ്ചിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്നത് നമ്മൾ പറഞ്ഞു പിസ്റ്റൺ എന്ന് പറഞ്ഞു, ഈ കാണുന്നത് പിസ്റ്റൺ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇതാണ് എന്ത് ചെയ്യുന്നത്, സിലിണ്ടറിനകത്തോട്ട് താഴത്തോട്ടും മുകളിലോട്ടും പോകുന്ന ഭാഗം എന്ന് പറയുന്നത് പിസ്റ്റൺ ആണ് അല്ലെ. ഓക്കെ, ഇവിടെ ഒരു ഇൻടേക്ക് വാൽവ് ഉണ്ടായിരിക്കും. എയർ ഈ ഭാഗത്തൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഉള്ളിലോട്ട് വരുന്നുണ്ടാവുക. എയർ ഈ ഭാഗത്തിലൂടെ സിലിണ്ടർ പിസ്റ്റൺ താഴത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, എയർ ഈ ഭാഗത്തൂടെ ഉള്ളിലോട്ട് വരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ, അത് കഴിഞ്ഞ് പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഈ എയർ ഉള്ളിൽ കയറിയ എയർ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ആവുന്നു. എയർ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ആവുന്നു. ഈ ഭാഗത്ത് കയറിയ എയർ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ആവുന്നു. ഈ ഹീറ്റ് ആയ എയറിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീസലിനെ സ്പ്രേ ചെയ്ത് വെക്കും. ഞാൻ ഇപ്പോൾ പറയുന്നത് ഡീസലിന്റെ എഞ്ചിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ഈ ചൂടായി നിൽക്കുന്ന എയറിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഡീസലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഡീസൽ കത്തുകയും ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, താഴത്തോട്ട് തള്ളുകയും ചെയ്യുന്നു. ഈ പിസ്റ്റൺ ആ ഫോഴ്സ് താഴത്തോട്ട് തള്ളുകയും ചെയ്യുന്നു. ഈ പിസ്റ്റനെ താഴത്തോട്ട് തള്ളുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഇതിനകത്ത് ഫുള്ള് കത്തി കഴിഞ്ഞിട്ടുള്ള പുകയായിരിക്കും അല്ലെ, സ്മോക്ക് ആയിരിക്കും ഈ ഭാഗത്തെല്ലാം ഉണ്ടായിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം, ഈ പുകയെ നമുക്ക് എന്ത് ചെയ്യണം, തള്ളി പുറത്തോട്ട് കളയണം. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ പിസ്റ്റൺ വീണ്ടും മുകളിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പുകയെല്ലാം ഈ വഴിയിലൂടെ തള്ളി പുറത്തോട്ട് കളയുന്നു. ഓക്കെ, ആ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പിസ്റ്റൺ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുമ്പോൾ ഫ്രഷ് എയർ ഉള്ളിലോട്ട് കയറുകയും, അടുത്ത സ്ട്രോക്ക് കംപ്രഷൻ, അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ആണ്. ഈ കയറിയ എയറിനെ എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്ത് ചൂടാക്കുന്നു. ഈ കംപ്രസ് ചെയ്ത് ചൂടാക്കിയ എയറിലോട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മളുടെ ഡീസലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ചൂടായ എയറിലോട്ട് ഈ ഡീസൽ സ്പ്രേ ചെയ്യുമ്പോൾ അവിടെ ഫ്യൂവൽ കത്തുകയും അവിടെ എന്ത് ഉണ്ടാവുന്നുണ്ട്, നമ്മളുടെ പവർ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പവർ എന്ത് ചെയ്യുന്നു, പിസ്റ്റനെ താഴത്തോട്ട് തള്ളുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഈ പുകയായിരിക്കും അല്ലെ, അതായത് ഈ ഫ്യൂവൽ കത്തിയിട്ടുണ്ടായിരിക്കുന്ന പുകയായിരിക്കും സിലിണ്ടറിനകത്തെല്ലാം ഉണ്ടാവുക. ഈ സിലിണ്ടറിനകത്ത് ഉണ്ടാവുന്ന പുകയെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സോസ്റ്റ് വാൽവ് വഴി തള്ളി പുറത്തോട്ടും കളയുന്നു. ഓക്കെ, ഒരു എഞ്ചിന്റെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കൊന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ഉണ്ടായിരിക്കും,
ഒരു ക്ലിയറൻസ് വോളിയം ഞാൻ പറയാം. ബാക്കിയുള്ള ക്ലിയറൻസ് വോളിയം, ബോർ, സിലിണ്ടർ വാൾ എന്താണെന്ന് ഞാൻ പറയാം. വാൽവ്, ടോപ്പ് ഡെഡ് സെന്റർ, ബോട്ടം ഡെഡ് സെന്റർ, അതെന്താണ് ഞാൻ പറയാം. ഇവിടെ ഈ മെക്കാനിസം ശ്രദ്ധിക്കാം. എന്താണ് ഈ സംഭവം ഉണ്ടാകുക? പിസ്റ്റൺ താഴത്തോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്രാങ്ക് തിരിയുകയാണ് ചെയ്യുന്നത്. പിസ്റ്റൺ താഴത്തോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക. പിസ്റ്റൺ താഴത്തോട്ട് വരുമ്പോൾ ഉണ്ടോ ക്രാങ്ക് തിരിയുകയാണ് ചെയ്യുന്നത്. പിസ്റ്റൺ താഴത്തോട്ട് വരുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നു? തിരിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എഞ്ചിന്റെ വർക്കിംഗ് ആണ് സ്റ്റാർട്ടിങ് പറഞ്ഞു തുടങ്ങിയത്. ഇനി ഞാൻ ഒന്നുകൂടി എഞ്ചിന്റെ വർക്കിംഗ് കൂടുതലായിട്ട് പറയുന്നുണ്ട്. എഞ്ചിന്റെ ഡീപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിന്റെ വർക്കിംഗ് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. അക്കോർഡിംഗ് ടു കമ്പസ്റ്റൻ എഞ്ചിൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു. എഞ്ചിൻ സിലിണ്ടർ ജ്വലനം നടക്കുന്നതിനനുസരിച്ച്, ഫ്യൂവൽ കത്തുന്നതിനനുസരിച്ച് എഞ്ചിനെ നമ്മൾ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. ഫ്യൂവൽ കത്തുന്നതിനനുസരിച്ച് എഞ്ചിനെ നമ്മൾ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, രണ്ട് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിന് അകത്ത് ഫ്യൂവൽ കത്തുന്നതിന് നമ്മൾ എന്ത് പറയും? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നും, എഞ്ചിന് പുറത്ത് ഫ്യൂവൽ കത്തുന്നതിന് നമ്മൾ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്നും പറയും. നോക്കുക, എഞ്ചിന്റെ ഉള്ളിൽ ഫ്യൂവൽ കത്തുന്നതിന് നമ്മൾ എന്താണ് പറയുക? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. എഞ്ചിന്റെ പുറത്ത് ഫ്യൂവൽ കത്തുന്നതിന് നമ്മൾ എന്ത് പറയും? എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയും. നമ്മളിപ്പോൾ കാണുന്ന എല്ലാ എഞ്ചിനുകളും ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. ഏതെങ്കിലും എഞ്ചിന് പുറത്ത് ഫ്യൂവൽ കത്തിച്ചിട്ട് പവർ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കാണുന്ന എല്ലാ എഞ്ചിനുകളും എന്താണ്? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളാണ്. അടുത്തത് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പഴയ ചില തീവണ്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? കൽക്കരി കോരിയിട്ടിട്ട് വെള്ളം ചൂടാക്കി അങ്ങനെ പവർ ഉത്പാദിപ്പിക്കുന്ന എഞ്ചിനാണ് എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ. നമ്മുടെ സിലബസിൽ ഫസ്റ്റ് പറയുന്നത് ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനെ കുറിച്ചാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ കണ്ട ചിത്രത്തിലുള്ളതൊക്കെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനാണ്. ഫ്യൂവൽ എവിടെ നിന്നാണ് കത്തുന്നത്? സിലിണ്ടറിനകത്തു നിന്നാണ് എന്ത് കത്തുന്നത്? ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ കത്തുന്നത്, ഫ്യൂവൽ കത്തുന്നത്. ഓക്കെ. എഞ്ചിൻ ടെർമിനോളജി നമ്മൾ ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്നത് ഇവിടെ മുതൽക്കാണ്. ഇവിടെ മുതൽക്കാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ മുതൽക്കാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. എഞ്ചിൻ ടെർമിനോളജി അതായത് എഞ്ചിന്റെ ചില ഭാഗങ്ങളെ അടയാളപ്പെടുത്തുന്ന പേരുകളാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നു ടി ഡി സി. ടി ഡി സി നമ്മൾ പറയുന്നത് പിസ്റ്റൺ ഇവിടെ വരെയാണ് എന്ത് ചെയ്യുന്നത്? വന്നെത്തുന്നത് അല്ലെ? അപ്പൊ അതിനൊരു പേരുണ്ട്, ദ പൊസിഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് വെൻ ദ പിസ്റ്റൺ ഇൻ ഇറ്റ്സ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അതായത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ, ഈ കാണുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ് അല്ലെ? ഈ ഭാഗത്ത് കാണുന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഒരു ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ വെൻ ദ പിസ്റ്റൺ ഇസ് അറ്റ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. പിസ്റ്റൺ ഒരു സിലിണ്ടറിൽ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തുമ്പോഴുള്ള ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ടി ഡി സി എന്ന് പറയുന്നത്. ദ പൊസിഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് വെൻ ദ പിസ്റ്റൺ ഇൻ ഇറ്റ്സ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. പിസ്റ്റൺ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തി നിൽക്കുമ്പോഴുള്ള ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ടി ഡി സി എന്ന് പറയുന്നത്. ടി ഡി സിയുടെ ഫുൾ ഫോം പഠിക്കണം. ടി ഡി സിയുടെ ഫുൾ ഫോം എന്താണ്? ടോപ്പ് ഡെഡ് സെന്റർ എന്നാണ് ടി ഡി സിയുടെ ഫുൾ ഫോം. ടി ഡി സിയുടെ ഫുൾ ഫോം ടോപ്പ് ഡെഡ് സെന്റർ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ഇതേ വേർഡ് ചോദിച്ചിട്ടുണ്ട്, പൊസിഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് വെൻ ദ പിസ്റ്റൺ ഇൻ ഇറ്റ്സ് ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം എന്താണ്? ടി ഡി സി അഥവാ ടോപ്പ് ഡെഡ് സെന്റർ എന്നാണ്. അതായത് പിസ്റ്റൺ ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ ഇപ്പോൾ പിസ്റ്റൺ ഏറ്റവും മുകളിൽ ഏറ്റി നിൽക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ ആണ് എന്ന് പറയുന്നത് ടി ഡി സി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങി പിസ്റ്റൺ ഏറ്റവും താഴ്ഭാഗത്തായി എത്തിയിരിക്കുമ്പോഴുള്ള പൊസിഷൻ ആണ് എന്ന് പറയുന്നത് ബി ഡി സി എന്ന് പറയുന്നത്. ബി ഡി സി എന്ന് പറയുന്നതാണ് ഇപ്പോൾ ദ പൊസിഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് വെൻ ദ പിസ്റ്റൺ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് പൊസിഷൻ. പിസ്റ്റൺ ഏറ്റവും താഴ്ഭാഗത്തായി എത്തി നിൽക്കുമ്പോൾ, ഈ ഭാഗത്തായിട്ട് അല്ലെ? ഈ ഭാഗത്തായി എത്തി നിൽക്കുമ്പോഴുള്ള പിസ്റ്റൺ ഈ ഭാഗത്തായി എത്തി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ക്രാങ്ക് ഷാഫ്റ്റിന്റെ, ഇതാണ് ക്രാങ്ക് ഷാഫ്റ്റ് അല്ലെ? ഈ ഭാഗത്താണ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഈ പൊസിഷൻ, ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ബി ഡി സി എന്ന് പറയുന്നത്. ടി ഡി സിയും ബി ഡി സിയും പരീക്ഷയ്ക്ക് ഇതേ വേർഡ് ചോദിച്ചിട്ടുണ്ട്, പൊസിഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് വെൻ ദ പിസ്റ്റൺ ഇൻ ഇറ്റ്സ് ലോവസ്റ്റ് പൊസിഷൻ. ഏറ്റവും താഴ്ഭാഗത്താവുമ്പോൾ അതിന് ബി ഡി സി, ടോപ്പ് മോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ടി ഡി സി. ടി എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ്, ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെന്റർ, ഇവന്റെ ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോട്ടം ഡെഡ് സെന്റർ. ഓക്കെ. ടി ഡി സി ബി ഡി സി, ബോട്ടം ഡെഡ് സെന്റർ എന്ന് ഇവിടെ എഴുതിയിട്ടുള്ള ബോട്ടം ഡെഡ് സെന്റർ, ടോപ്പ് ഡെഡ് സെന്റർ. ഓക്കെ. അപ്പൊ ഇവിടെ മുതൽക്കാണ് നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങേണ്ടത്. ടി ഡി സി എന്താണെന്ന് പറഞ്ഞു, ബി ഡി സി എന്താണെന്ന് പറഞ്ഞു. എഞ്ചിനെ സംബന്ധിച്ചിടത്തോളമുള്ള അടുത്ത ഒരു പദമാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്താണ് സ്ട്രോക്ക്? ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പിസ്റ്റൺ ഫ്രം ടി ഡി സി ടു ബി ഡി സി ഓർ ബി ഡി സി ടു ടി ഡി സി.
ടി ഡി സിയുടെയും ബി ഡി സിയുടെയും ഇടയിലുള്ള ഈ സ്ഥലം, അതായത് പിസ്റ്റൺ സഞ്ചരിക്കുന്ന ഈ ദൂരത്തിനാണ് എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെ. ടി ഡി സിയുടെയും ബി ഡി സിയുടെയും ഇടയിലുള്ള ഈ ദൂരം, ടി ഡി സിയുടെയും ബി ഡി സിയുടെയും ഇടയിലുള്ള ഈ ദൂരത്തിനാണ് എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പിസ്റ്റൺ ഫ്രം ടി ഡി സി ടു ബി ഡി സി ഓർ ബി ഡി സി ടു ടി ഡി സി. ഞാൻ പറഞ്ഞു പിസ്റ്റൺ എന്ത് ചെയ്യുന്നുണ്ട്, താഴത്തോട്ടും മുകളിലോട്ടും സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചരിക്കുന്ന ആ ഭാഗത്തിന്, ആ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഒരു പേര് കൂടി ഉണ്ട് അതിന്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ഡി സി ആൻഡ് ബി ഡി സി ഇസ് കോൾഡ് സ്ട്രോക്ക് ലെങ്ത്. ഈ വേർഡ് ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്, സ്ട്രോക്ക്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ഡി സി ഓർ ബി ഡി സി, ടി ഡി സി ആൻഡ് ബി ഡി സി ഇസ് കോൾഡ് സ്ട്രോക്ക്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ഡി സി ആൻഡ് ബി ഡി സി ഇസ് ഡാഷ്. അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ഡി സി ആൻഡ് ബി ഡി സി ഇസ് കോൾഡ് സ്ട്രോക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത്. ഓക്കെ. ഒരു സിലിണ്ടറിനകത്തെ ഡയമീറ്റർ എന്ന് പറയുന്ന പേരാണ് ബോർ. ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ആൻ എഞ്ചിൻ സിലിണ്ടർ ഇസ് കാൾഡ് ബോർ. ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സിലിണ്ടറിനകത്തെ ഇൻസൈഡ് ഡയമീറ്ററിനാണ് എന്ത് പറയുന്നത്, ബോർ എന്ന് പറയുന്നത്. ഒരു സിലിണ്ടറിന്റെ അകത്തെ ഡയമീറ്ററിനാണ് എന്ത് പറയുന്നത്, ബോർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, എന്താണ് സ്ട്രോക്ക്? ടി ഡി സിയുടെയും ബി ഡി സിയുടെയും ഇടയിലുള്ള അകലം, അല്ലെങ്കിൽ ടി ഡി സിയുടെയും ബി ഡി സിയുടെയും ഇടയിൽ പിസ്റ്റൺ സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്, സ്ട്രോക്ക്. ബോർ എന്ന് പറയുന്നത് ഇന്റേണൽ ഡയമീറ്റർ ഓഫ് ആൻ എഞ്ചിൻ സിലിണ്ടർ ഇസ് കോൾഡ് ബോർ. ബോർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിലിണ്ടറിനകത്തെ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബോർ എന്ന് പറയുന്നത്. അടുത്തൊരു പദമാണ് ക്ലിയറൻസ് വോളിയം. ദി വോളിയം ഓഫ് സിലിണ്ടർ എബോവ് ദ പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് അറ്റ് ടി ഡി സി. ഒരു പിസ്റ്റൺ ടി ഡി സിയിൽ നിൽക്കുകയാണ് അല്ലെ, ഒരു പിസ്റ്റൺ ടി ഡി സിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ഒരു പിസ്റ്റൺ ടി ഡി സിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നു, അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെയാണ് പിസ്റ്റൺ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗമാണ് എന്ത്, ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത് അല്ലെ. ഇത്രയും ഭാഗമാണ് എന്ത് കാണിച്ചിട്ടുള്ളത്, ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് പിസ്റ്റൺ ടി ഡി സിയിൽ നിൽക്കുകയാണ്. ടി ഡി സിയിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ ടി ഡി സിയുടെ മുകളിലുള്ള അത്രയും ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, ക്ലിയറൻസ് വോളിയം. ദ വോളിയം ഓഫ് സിലിണ്ടർ എബോവ് ദ പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് അറ്റ് ടി ഡി സി. ഇതെല്ലാം പരീക്ഷയ്ക്ക് ഈ വേർഡ് ഇതേപോലെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വേർഡുകളെല്ലാം പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വേർഡുകളെല്ലാം പരീക്ഷയ്ക്ക് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റത്തെ ചോദ്യം ടി ഡി സി എന്ന് പറഞ്ഞാൽ എന്താ, പിസ്റ്റൺ മുകളിലായിട്ടിരിക്കുമ്പോൾ, സിലിണ്ടറിലെ ഏറ്റവും ടോപ്പിലായിട്ടിരിക്കുമ്പോഴുള്ള ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷനാണ് ടി ഡി സി. പിസ്റ്റൺ ഏറ്റവും താഴ്ഭാഗത്തായിട്ടിരിക്കുമ്പോഴുള്ള ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷനാണ് ബി ഡി സി. ടി ഡി സിയുടെ ഫുൾ ഫോം ടോപ്പ് ഡെഡ് സെന്റർ, ബി ഡി സിയുടെ ഫുൾ ഫോം ബോട്ടം ഡെഡ് സെന്റർ. സ്ട്രോക്ക് എന്തായിരുന്നു, ടി ഡി സിയുടെയും ബി ഡി സിയുടെയും ഇടയിലുള്ള അകലത്തിനാണ് എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടി ഡി സിയുടെയും ബി ഡി സിയുടെയും ഇടയിൽ പിസ്റ്റൺ സഞ്ചരിക്കുന്ന ദൂരത്തിനാണ് എന്ത് പറയുന്നത്, സ്ട്രോക്ക് എന്ന് പറയുന്നത്. ബോർ എന്താണ്, ബോർ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിനകത്തെ ഡയമീറ്ററിനാണ് എന്ത് പറയുന്നത്, ബോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയറൻസ് വോളിയം, ദ വോളിയം ഓഫ് സിലിണ്ടർ എബോവ് ദ പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് അറ്റ് ടി ഡി സി. പിസ്റ്റൺ ടി ഡി സിയിലായിരിക്കുമ്പോൾ മുകളിലുള്ള ഇത്രയും ഭാഗത്തെ വോളിയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്തിന്, ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും ഭാഗത്തിന് പറയുന്ന വോളിയത്തിന് പറയുന്ന പേരാണ് ക്ലിയറൻസ് വോളിയം. അടുത്തത് നോക്കാം. അടുത്തൊരു പോയിന്റ് ആണ് സെപ്റ്റ് വോളിയം. സെപ്റ്റ് വോളിയം The displacement volume of a piston is called sept volume. Displacement volume, piston സഞ്ചരിക്കുന്ന ഭാഗത്തെ വോളിയത്തിന് പറയുന്ന പേരാണ് സെപ്റ്റ് വോളിയം. പിസ്റ്റൺ സഞ്ചരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഹാച്ച് ചെയ്തിട്ടുള്ള ഇത്രയും ഭാഗം അല്ലെ, ഞാൻ ഈ ഹാച്ച് ചെയ്തിട്ടുള്ള ഇത്രയും ഭാഗത്താണ് അല്ലെ പിസ്റ്റൺ സഞ്ചരിക്കുക, ഇത്രയും ഭാഗത്താണ് പിസ്റ്റൺ സഞ്ചരിക്കുക. The displacement volume of a piston is called സെപ്റ്റ് വോളിയം. പിസ്റ്റൺ സഞ്ചരിക്കുന്ന ഭാഗത്തെ വോളിയത്തിനാണ് എന്ത് പറയുന്നത്, സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. It is also called piston displacement or displacement volume. ഈ വോളിയത്തിന് നമ്മൾ മറ്റൊരു പേര് കൂടി പറയും, പിസ്റ്റൺ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വോളിയം എന്നും പറയാറുണ്ട്. സെപ്റ്റ് വോളിയത്തിന് സ്ട്രോക്ക് വോളിയം എന്നും ചില ബുക്കുകളിൽ കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലിയറൻസ് വോളിയത്തിന് നമ്മൾ വി സി എന്ന് എഴുതും, സെപ്റ്റ് വോളിയത്തിന് നമ്മൾ വി എസ് എന്ന് എഴുതും. ഓക്കെ, ഇനി നമുക്ക് ഈ വി സിയും വി എസും നമുക്കൊരു ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു പോകുന്നത്. ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ ടി ഡി സിയിലായിരിക്കുമ്പോഴുള്ള മുകളിലെ വോളിയത്തിന് ക്ലിയറൻസ് വോളിയം എന്ന് പറയും. പിസ്റ്റൺ സഞ്ചരിക്കുന്ന ഭാഗത്തെ വോളിയത്തിന് നമ്മൾ സെപ്റ്റ് വോളിയം എന്നും പറയും. കംപ്രഷൻ റേഷ്യോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്തത് പഠിക്കാനുള്ളതാണ്. കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ ഓഫ് ആൻ എഞ്ചിൻ ഇൻഡിക്കേറ്റ്സ് ദ ലിമിറ്റ് ഓഫ് ചാർജ് ഇൻസൈഡ് ദ എഞ്ചിൻ ഈസ് കംപ്രസ്ഡ്. ഞാൻ കാണിച്ചു തരാം. ഒരു എഞ്ചിനിൽ നമ്മൾ എയർ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കയറിയിരിക്കുന്നത് എയർ ആണ്.
ഇപ്പൊ ഇത്രയും ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എയർ കയറിയിരിക്കുന്നുണ്ടല്ലോ. അതായത് അത്രയും ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എയർ കയറിയിരിക്കുന്നുണ്ട്. അത് 10 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് മാഞ്ഞു പോയിട്ടുണ്ട്, ക്ഷമിക്കുക. അവിടെ 10 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത്രയും ഭാഗത്ത് എന്ത് ചെയ്തു, എയറിന് വലിച്ചു കയറ്റി. അതായത് സിലിണ്ടറിനകത്തെ ടോട്ടൽ വോളിയത്തിലേക്ക് ക്ലിയറൻസ് വോളിയവും സെപ്റ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം കൂടിയ ഭാഗത്തോട്ട് നമ്മൾ എന്ത് ചെയ്തു, എയറിന് വലിച്ചു കയറ്റി. 10 ഭാഗത്തോട്ട്, സിലിണ്ടറിനകത്തെ 10 ഭാഗത്തോട്ട് നമ്മൾ എന്ത് ചെയ്തു, എയറിന് വലിച്ചു കയറ്റി. ഇനി നമ്മളിത് കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ 10 ഭാഗത്തുള്ള എയറിനെ നമ്മൾ ഒരു ഭാഗത്തോട്ടായിട്ട് ചുരുക്കുകയാണ്. അതാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ 10 ഭാഗത്ത്, ഇത്രയും ഭാഗത്തുണ്ടായിരുന്ന എയറിനെ നമ്മൾ എന്ത് ചെയ്തു, ഇത്ര ചെറിയ ഭാഗത്തോട്ട് ചുരുക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കംപ്രസ് ചെയ്യുമ്പോൾ അവിടെ പ്രഷറും കൂടും, ടെമ്പറേച്ചറും കൂടും. ഓക്കെ, അപ്പോൾ 10 ഭാഗത്തുണ്ടായിരുന്ന എയറിനെ നമ്മൾ ഒരു ഭാഗത്തോട്ടായി ചുരുക്കും. അപ്പൊ അതാണ് കംപ്രഷൻ റേഷ്യോ. അതായത് ഈ എത്രയായിരുന്നു ടോട്ടൽ വോളിയം, അതേ ഡിവൈഡർ ബൈ ക്ലിയറൻസ് വോളിയം ആണ് എന്ത്, കംപ്രഷൻ റേഷ്യോ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദി റേഷ്യോ ഓഫ് ടോട്ടൽ വോളിയം എബോവ് ദ പിസ്റ്റൺ വെൻ ഇറ്റ് ഈസ് അറ്റ് BDC. പിസ്റ്റൺ BDCയിലായിരിക്കുമ്പോൾ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും ഭാഗമാണ് ടോട്ടൽ വോളിയം. റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും ഭാഗമാണ് ടോട്ടൽ വോളിയം. പിസ്റ്റൺ BDCയിലായിരിക്കുമ്പോഴുള്ള മുകളിലുള്ള അത്രയും വോളിയത്തെ TDCയിൽ പിസ്റ്റൺ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വോളിയം കൊണ്ട് ഹരിക്കുന്ന റേഷ്യോ ആണ് കംപ്രഷൻ റേഷ്യോ. നമുക്ക് അടുത്ത ചിത്രം കാണുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാവും. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് CR, ഒരു ഇക്വേഷൻ ആണ്. കംപ്രഷൻ റേഷ്യോ CR is equal to സ്ട്രോക്ക് വോളിയം. ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ അവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഒരു സിലിണ്ടറിന്റെ വോളിയം 9 മീറ്റർ ക്യൂബ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു എക്സാമ്പിൾ ആണ്, 9 മീറ്റർ ക്യൂബ് ആണ് ഒരു സിലിണ്ടറിന്റെ വോളിയം എന്ന് വിചാരിക്കുക. സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 മീറ്റർ ക്യൂബ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ക്ലിയറൻസ് വോളിയം, ഇത് സ്ട്രോക്ക് വോളിയം. അപ്പൊ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9+1 അല്ലെ, 9+1 സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം. കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്, സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഈ ഇക്വേഷൻ നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. കാര്യം ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടാവും. അതാണ് കംപ്രഷൻ റേഷ്യോന്റെ ഇക്വേഷൻ ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് മറന്നു പോകരുത്. VS പ്ലസ് VC ഡിവൈഡഡ് ബൈ VC. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഇതിന് ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മറന്നു പോകും. കാര്യം പരീക്ഷയ്ക്ക് വരിക VS പ്ലസ് VC ഡിവൈഡഡ് ബൈ VC, VS പ്ലസ് VC, അങ്ങനെ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടാവും പരീക്ഷയ്ക്ക് ഓപ്ഷൻ ഇട്ടുണ്ടാവുക. VS പ്ലസ് VC ഡിവൈഡഡ് ബൈ VC, സിലിണ്ടറിനകത്തെ ടോട്ടൽ വോളിയം, അതായത് ഇത്രയും ഭാഗത്തുണ്ടായിരുന്ന വോളിയത്തിന് നമ്മൾ ചുരുക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഇത്രയും ഭാഗത്തോട്ട് ആക്കുകയാണ്. ആ റേഷ്യോന് പറയുന്നതാണ് കംപ്രഷൻ റേഷ്യോ. അതായത് ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ TDCയിലായിരിക്കുമ്പോൾ ഉള്ള മുകളിലത്തെ വോളിയത്തിനാണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ആണെന്ത്, ടോട്ടൽ വോളിയം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും മറക്കരുതാത്ത ഇക്വേഷൻ ആണ് കംപ്രഷൻ റേഷ്യോ CR is equal to VS plus VC ഡിവൈഡഡ് ബൈ VC. ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം, അഥവാ സ്ട്രോക്ക് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ഡിവൈഡഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഓക്കെ, നമുക്കിനി അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഇനി എൻജിൻസിനെ എങ്ങനെയൊക്കെ തരംതിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. എൻജിൻസിന് ഒരുപാട് ടൈപ്പിൽ തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തരംതിരിവ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കാര്യം നിങ്ങൾ സിവിൽ പഠിച്ച ഒരാൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും എഞ്ചിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല. കാര്യം ഒരുപാട് തരത്തിൽ എഞ്ചിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് 3 തരം പഠിക്കാം. ഒന്ന് ഫ്യുവൽ യൂസ്ഡ്, ഏത് ഫ്യുവലാണോ എഞ്ചിനിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഒന്ന് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ. സാധാരണ നമ്മൾ കാണുന്ന എഞ്ചിനൊക്കെ എന്താണ്, ഒന്നുകിൽ പെട്രോൾ ആയിരിക്കും അല്ലെങ്കിൽ ഡീസൽ ആയിരിക്കും. അടുത്ത എന്താണ്, ബേസ്ഡ് ഓൺ കൂളിംഗ് സിസ്റ്റം യൂസ്ഡ്. നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും എയർ കൂൾഡ് എഞ്ചിനാണ്, വാട്ടർ കൂൾഡ് എഞ്ചിനാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. നമ്മളെ ബൈക്കിൽ ഒരിക്കലും നമ്മൾ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടില്ല. അവിടെയൊക്കെ എന്താണ്, എയർ കൂൾഡ് എഞ്ചിനാണ്. അടുത്തത് എന്തായിരുന്നു, കാറുകളിലും ബസ്സിലൊക്കെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാന്ന് പറയും. അത് വാട്ടർ കൂൾഡ് എഞ്ചിനാണ്. അതൊക്കെ നമുക്ക് പഠിക്കാം. ഒന്ന് എയർ കൂൾഡ് എഞ്ചിൻ ഉണ്ട്, ഒരു വാട്ടർ കൂൾഡ് എഞ്ചിൻ ഉണ്ട്. അടുത്തത് ബേസ്ഡ് ഓൺ ദി സ്ട്രോക്ക് ഓഫ് എഞ്ചിൻ. സ്ട്രോക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബേസ്ഡ് ഓൺ ദി സ്ട്രോക്ക് ഓഫ് എഞ്ചിൻ, സ്ട്രോക്ക് അനുസരിച്ചും എഞ്ചിനെ തരംതിരിച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദി സ്ട്രോക്ക് ഓഫ് എഞ്ചിൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2 തരത്തിലാണ് സ്ട്രോക്കിനനുസരിച്ച് എഞ്ചിനെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് 4 സ്ട്രോക്ക് എഞ്ചിൻ, 2 2 സ്ട്രോക്ക് എഞ്ചിൻ.
അതായത് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ള് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫുൾ പ്രവൃത്തി എഞ്ചിൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 പ്രോസസ്സ് നടക്കണം. ഒന്ന് ഒരു സക്ഷൻ, അതായത് എയറിനെ വലിച്ച് ഉള്ളിലോട്ട് കയറ്റണം. 2 ഒരു കംപ്രഷൻ, എയറിനെ ചൂടാക്കണം. 3 ഒരു പവർ, ഫ്യൂവൽ കത്തിയിട്ട് ഒരു പവർ ഉണ്ടാവണം. 4 ഈ കത്തിയ ഫ്യൂവൽ മൂലമുണ്ടാവുന്ന പുകയെ എന്ത് ചെയ്യണം, തള്ളി പുറത്തോട്ട് കളയണം. അതാണ് ഒരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ പ്രവർത്തനം. 2 സ്ട്രോക്ക് എഞ്ചിനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 4 സ്ട്രോക്കാണ്. ഒന്ന് എന്തായിരുന്നു, സക്ഷൻ. സക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എയറിനെ വലിച്ച് ഉള്ളിലോട്ട് കയറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സക്ഷൻ എന്ന് പറയുന്നത്. ഫ്രഷ് എയർ, പുറത്തുനിന്നുള്ള എയറിനെ നമ്മൾ സിലിണ്ടറിനകത്തോട്ട് വലിച്ചു കയറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സക്ഷൻ എന്ന് പറയുന്നത്. ഈ അകത്തോട്ട് കയറിയിരിക്കുന്ന എയറിനെ നമ്മൾ അമർത്തി ചൂടാക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു, കംപ്രഷൻ എന്ന് പറയുന്നു. ഈ കംപ്രസ് ചെയ്ത് ഹീറ്റ് ആയിട്ടുള്ള ചൂടായിട്ടുള്ള എയറിലോട്ട് നമ്മൾ ഡീസലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക. ഡീസലിന്റെ കേസാണ് ഫസ്റ്റ് പറയുന്നത്. ഡീസൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഫ്യൂവൽ കത്തി പവർ ഉണ്ടായി പിസ്റ്റൺ താഴത്തോട്ട് പോകുന്നതിന് നമ്മൾ പവർ സ്ട്രോക്ക് എന്ന് പറയുന്നു. നാലാമത്തത് എക്സോസ്റ്റ്. എക്സോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സിലിണ്ടറിനകത്ത് കത്തിക്കഴിഞ്ഞ പുകയെ നമ്മൾ തള്ളി പുറത്തോട്ട് കളയുന്നതിന് എന്ത് പറയുന്നു, എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നും പറയുന്നു. പ്രധാനമായിട്ടും 4 സ്ട്രോക്ക്, ഒന്ന് സക്ഷൻ, ഒന്ന് കംപ്രഷൻ, 3 പവർ, 4 എക്സോസ്റ്റ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. സക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എയറിനെ വലിച്ച് ഉള്ളിലോട്ട് കയറ്റുന്നതാണ്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ എയറിനെ ചൂടാക്കുന്നതാണ്. കംപ്രഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പവറിന്റെ സമയത്ത് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ അല്ലെ. ഈ സമയത്ത് മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. ഔട്ട് കിട്ടുന്നത് ഈ സമയത്ത് മാത്രമാണ് അല്ലെ. ഈ സമയത്ത് മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. പുറത്തോട്ട് ഒരു എനർജി ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴേ ഉള്ളൂ, പവറിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പിസ്റ്റൺ വെറുതെ മുകളിലോട്ടും താഴത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പവർ കിട്ടുന്നത് എപ്പോഴാണ്, ഈ പവർ ഫ്യൂവൽ കത്തി ഉണ്ടാവുന്ന ആ പവർ സ്ട്രോക്ക് കിട്ടുന്നത് പവർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. ഫസ്റ്റ് സക്ഷൻ, അത് കഴിഞ്ഞ് കംപ്രഷൻ, 3 പവർ, 4 എക്സോസ്റ്റ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മാത്രമാണ് ഇതിൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രോക്ക്. ഇത് മാത്രമാണ് ഇതിൽ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ആക്റ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് പവർ സ്ട്രോക്ക് മാത്രമാണ്. ഈ 4 സ്ട്രോക്കിനെയും നമ്മൾ ഐഡിൽ സ്ട്രോക്ക് എന്ന് പറയും. ബാക്കി 3 എണ്ണത്തിനെയും നമ്മൾ എന്ത് പറയുന്നു, ഐഡിൽ സ്ട്രോക്ക് എന്ന് പറയുന്നു. ഐഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നില്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലെ. പവർ ഇങ്ങോട്ട് കിട്ടുന്നത് പവറിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പവർ ലോസ് ആവണം, അങ്ങോട്ട് കൊടുക്കണം. സക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പിസ്റ്റനെ താഴത്തോട്ട് വലിക്കണം. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ പിസ്റ്റനെ മുകളിലോട്ട് തള്ളണം. എക്സോസ്റ്റ് എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യണം, പിസ്റ്റനെ മുകളിലോട്ട് തള്ളണം. ഇവിടെയൊക്കെ നമ്മൾ പവർ അങ്ങോട്ട് കൊടുക്കണം. ഈ സ്ട്രോക്കുകൾ നമ്മൾ ഐഡിൽ സ്ട്രോക്ക് എന്നും പവർ സ്ട്രോക്കിൽ നമ്മൾ ഔട്ട്പുട്ട് കിട്ടുന്ന സ്ട്രോക്ക് എന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഐഡിൽ സ്ട്രോക്ക്. താഴെ തന്നിരിക്കുന്നതിൽ ഐഡിൽ സ്ട്രോക്ക് അല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഐഡിൽ സ്ട്രോക്ക് അല്ലാത്തത് ഏതാണ്, ഒന്ന് സക്ഷൻ സ്ട്രോക്ക് ഐഡിൽ സ്ട്രോക്ക് ആണ്. അതിന് കംപ്രഷൻ സ്ട്രോക്ക് ഐഡിൽ സ്ട്രോക്ക് ആണ്. എക്സോ സ്ട്രോക്ക് എന്താണ്, ഐഡിൽ സ്ട്രോക്ക് ആണ്. ഐഡിൽ സ്ട്രോക്ക് അല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ, പവർ സ്ട്രോക്ക് മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഐഡിൽ സ്ട്രോക്ക്. താഴെ തന്നിരിക്കുന്ന ഒരു ഐഡിൽ സ്ട്രോക്ക് അല്ലാത്തത് ഏത്, അതാണ് പവർ സ്ട്രോക്ക് ആണ് താഴെ തന്നിരിക്കുന്നതിൽ ഐഡിൽ സ്ട്രോക്ക് അല്ലാത്തത്. ഒരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് നമുക്ക് പഠിക്കാം. നമ്മൾ കണ്ടതായിരുന്നു എങ്കിൽ കൂടി വളരെ ഡീപ്പായിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. പിസ്റ്റൺ മുകളിൽ നിന്നും താഴത്തോട്ട് വരുമ്പോൾ കണ്ടോ, പിസ്റ്റൺ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, അത് താഴത്തോട്ട് വരുന്നതായിട്ട് ആരോ കാണിച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് പിസ്റ്റൺ താഴത്തോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻലെറ്റ് വാൽവിലൂടെ എയറിനെ വലിച്ച് ഉള്ളിലോട്ട് കയറ്റുന്നത് കാണുന്നുണ്ട്. നീല കളറിൽ എന്ത് ചെയ്യുന്നു, എയറിനെ വലിച്ച് ഉള്ളിലോട്ട് കയറ്റുന്നത് കാണുന്നുണ്ട്. അപ്പൊ നോക്കാം, ക്രാങ്ക് ഷാഫ്റ്റ്, ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിലായിരിക്കും. ക്രാങ്ക് ഷാഫ്റ്റ് ഒരു 180 ഡിഗ്രി തിരിഞ്ഞു അല്ലെ. കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഒരു പൊട്രാക്ടറിന്റെ ഡിഗ്രി മാറി 180 ഡിഗ്രി തിരിഞ്ഞു. കറക്റ്റ് ഒരു 180 ഡിഗ്രി എന്ത് ചെയ്തു, ക്രാങ്ക് ഷാഫ്റ്റ് തിരിഞ്ഞു. അത് കഴിഞ്ഞ് ക്രാങ്ക് ഷാഫ്റ്റ് വീണ്ടും ഒരു 180 ഡിഗ്രി തിരിയുമ്പോൾ, ക്രാങ്ക് ഷാഫ്റ്റ് വീണ്ടും ഒരു 180, കറക്റ്റ് ഒരു പൊട്രാക്ടറിന്റെ മാതിരി ഉണ്ടാവും. കറക്റ്റ് ഒരു 180 ഡിഗ്രി തിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ കംപ്രഷൻ നടക്കുന്നു. കംപ്രഷൻ, പിസ്റ്റൺ മുകളിൽ നിന്ന് താഴത്തോട്ട് പോവുകയും കംപ്രഷൻ നടക്കുകയും ചെയ്യുന്നു. പിസ്റ്റൺ താഴത്ത് നിന്നും മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കംപ്രഷൻ നടക്കുകയും എയർ ചൂടാവുകയും ചെയ്യുന്നു. പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു. ഇവിടെ എത്തുമ്പോൾ എന്തായി, ഹീറ്റായി അല്ലെ. ഇവിടെ എത്തുമ്പോൾ എന്തായി, എയർ ഹീറ്റായി. എയർ എന്ത് ചെയ്യും, ഹീറ്റായി. ഈ ഹീറ്റായി നിൽക്കുന്ന എയറിലോട്ട് അടുത്തത് നോക്കാം. അടുത്തത് വീണ്ടും എന്ത് ചെയ്യണം, ഈ ഹീറ്റായി നിൽക്കുന്ന എയറിലോട്ട് ഫ്യൂവൽ എന്ത് ചെയ്യാണ്, ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊരു, ഞാൻ എക്സാമ്പിൾ ഫസ്റ്റ് പറഞ്ഞിട്ടായിരുന്നു, ചിലവർക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഫസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത്, നമ്മളൊരു വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കുന്നതും
മണ്ണെണ്ണ തളിക്കുന്നതുമായിട്ടുള്ള വ്യത്യാസമാണ്. മണ്ണെണ്ണ തളിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് കത്തുന്നത്. അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളെ സ്പ്രേ ബോട്ടിലൊക്കെ ഇല്ലേ, നമ്മളെ ബോഡി സ്പ്രേ അടിക്കുന്ന ബോട്ടിലൊക്കെ ഇല്ലേ, അതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്യൂവൽ പെട്ടെന്ന് കത്തുകയും ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പിസ്റ്റനെ താഴത്തോട്ട് തള്ളാനുള്ള ഒരു ഫോഴ്സ് ആണ്. കാരണം ഈ കത്തിയ ഫോഴ്സിന് വേറെ എവിടേക്കും പോകാൻ പറ്റില്ല, മുകളിലോട്ട് പോകാൻ പറ്റില്ല, ഈ സൈഡിലോട്ടൊന്നും പോകാൻ പറ്റില്ല, എവിടേക്ക് പോകാൻ പറ്റുള്ളൂ, ഈ ഫോഴ്സിന് നേരെ ഈ പിസ്റ്റനെ എവിടേക്ക് തള്ളുന്നു, താഴത്തോട്ട് തള്ളുന്നു. അപ്പോഴും എന്ത് ചെയ്യുന്നു, ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു 180 ഡിഗ്രി തിരിയുന്നു. അപ്പൊ ഇവിടെ ഒരു 180 ഡിഗ്രി തിരിഞ്ഞു, അത് കഴിഞ്ഞ് ഇവിടെ ഒരു 180 ഡിഗ്രി തിരിഞ്ഞു, അപ്പൊ ഇവിടെ ഒരു 180 ഡിഗ്രി തിരിഞ്ഞു. ഇനി അടുത്ത എന്താണ് നോക്കുക, കണ്ടോ, ഇവിടെ ഫുള്ള് കറുത്ത പുകയല്ലേ, ഇവിടെ ഫുള്ള് കത്തിക്കഴിഞ്ഞ പുകയാണ്, അതായത് കാണുന്നതൊക്കെ കത്തിക്കഴിഞ്ഞ പുകയാണ്. ഈ കത്തിക്കഴിഞ്ഞ പുകയെ എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ മുകളിൽ നിന്നും താഴത്തോട്ട് വരുമ്പോൾ എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്ന ഒരു ഭാഗത്തുകൂടെ തള്ളി പുറത്ത് കളയുന്നു. അപ്പൊ ഇൻലെറ്റ് വാൽവും ഉണ്ട്, എക്സോസ്റ്റ് വാൽവും ഉണ്ട്. ഇൻലെറ്റ് വാൽവ് എന്ത് ചെയ്യുന്നു, എയറിനെ വലിച്ചു കയറ്റാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, ഇൻലെറ്റ് വാൽവ് തുറന്നു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാണ്, ഇൻലെറ്റ് വാൽവ് അടയാണ്. അത് കഴിഞ്ഞ് എക്സോസ്റ്റ് വാൽവ് തുറക്കുന്നത് എപ്പോഴാണ്, പുകയെ തള്ളി പുറത്തോട്ട് കളയുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, എക്സോസ്റ്റ് വാൽവ് തള്ളി പുറത്തോട്ട് കളയുമ്പോഴാണ് എക്സോസ്റ്റ് വാൽവ് തുറക്കുന്നത്. അപ്പൊ ഇപ്പോഴും എക്സോസ്റ്റ് സ്ട്രോക്കിന്റെ സമയത്തും എന്ത് ചെയ്തു, ക്രാങ്ക് ഷാഫ്റ്റ് ഒരു 180 ഡിഗ്രി തിരിഞ്ഞു. കൃത്യമായി ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. കാര്യം കണ്ടോ, നമ്മള് 180 ഡിഗ്രി കറക്റ്റ് ഒരു പൊട്രാക്ടർ തിരിയുന്ന പോലെ ഉണ്ടായിരിക്കും. കറക്റ്റ് ഒരു പൊട്രാക്ടർ വെച്ച് നോക്കുന്ന പോലെ ഉണ്ടാക്കണം. 180 ഡിഗ്രി ഒരു പൊട്രാക്ടർ സംശയമുള്ളവർക്ക് വെച്ച് നോക്കിയാൽ മതി. കറക്റ്റ് ഒരു പൊട്രാക്ടർ എത്ര ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ടാവും, അങ്ങോട്ടും 90, അങ്ങനെ ആകുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ നടക്കണമെന്ന്, 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു ഫുൾ സൈക്കിൾ, സൈക്കിൾ എന്ന് പറഞ്ഞാൽ സക്ഷൻ കഴിഞ്ഞ് കംപ്രഷൻ കഴിഞ്ഞ് പവർ കഴിഞ്ഞ് എക്സോസ്റ്റ് കഴിയണമെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് 2 വട്ടം തിരിയണം, 2 ഫുൾ റൊട്ടേഷൻ, അതായത് 720 ഡിഗ്രി എന്ത് ചെയ്യണം, ക്രാങ്ക് ഷാഫ്റ്റ് തിരിയണം. 2 ഫുൾ റൊട്ടേഷൻ എന്ത് ചെയ്യണം, ക്രാങ്ക് ഷാഫ്റ്റ് തിരിയേണ്ടതുണ്ട്. ഓക്കെ, അതിന്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം. വർക്കിംഗ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഒരു എയറിനെ വലിച്ചു കയറ്റുന്നു. എയറിനെ എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ മുകളിൽ നിന്ന് താഴത്തോട്ട് പോരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻലെറ്റ് വാൽവിലൂടെ എയറിനെ വലിച്ച് ഉള്ളിലോട്ട് കയറ്റുന്നു. അത് കഴിഞ്ഞ് പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ ഈ കയറിയ എയർ ചൂടാവുകയും ഈ ചൂടായ എയറിലോട്ട് എന്ത് ചെയ്യുന്നു, ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളെ സ്പ്രേ, ബോഡി സ്പ്രേയിൽ ഒരു സ്പ്രേ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ കണികളായിട്ടാണല്ലോ നമ്മളെ സ്പ്രേ പുറത്തോട്ട് വരുന്നത്. അതേപോലെ എന്ത് ചെയ്യുന്നു, ഫ്യൂവൽ സ്പ്രേ ചെയ്ത് നോക്കുന്നു. ഫ്യൂവൽ അപ്പോൾ പെട്ടെന്ന് കത്തുകയും ഈ കത്തുന്ന ഫോഴ്സ് മൂലം പിസ്റ്റൺ താഴത്തോട്ട് വരികയും ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ ഫുള്ള് കത്തി കഴിഞ്ഞ പുകയെ എക്സോസ്റ്റ് വാൽവിലൂടെ നമ്മൾ പുറത്തോട്ടും കളയുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രാങ്ക് ഷാഫ്റ്റ് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ 180 ഡിഗ്രിയാണ് തിരിയുന്നത്. അപ്പം 4 പ്രോസസ്സ് നടക്കുമ്പോൾ എത്ര ഡിഗ്രി തിരിയുന്നുണ്ട്, 720 ഡിഗ്രി തിരിയുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോയിന്റ്സ് നോക്കാം. 4 operations: suction, compression, power, exhaust takes place in 4 strokes of piston. 4 ഓപ്പറേഷൻ ഉണ്ടായിരിക്കും അല്ലെ, ഒന്ന് സക്ഷൻ ഉണ്ടായിരിക്കും, ഒന്ന് കംപ്രഷൻ ഉണ്ടായിരിക്കും, ഒന്ന് പവർ ഉണ്ടായിരിക്കും, ഒന്ന് എക്സോസ്റ്റ് ഉണ്ടായിരിക്കും. ഈ 4 പ്രോസസ്സും നടക്കുന്നത് 4 സ്ട്രോക്കിലാണ്. പിസ്റ്റൺ 4 വട്ടം എന്ത് ചെയ്യുന്നു, ടി ഡി സിയുടെയും ബി ഡി സിയുടെ ഇടയിൽ പിസ്റ്റൺ 4 വട്ടം സഞ്ചരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടി ഡി സി ടു ബി ഡി സി വരും, അതായത് മുകളിൽ നിന്ന് താഴത്തോട്ട് വരും. അത് കഴിഞ്ഞ് താഴത്ത് നിന്ന് മുകളിലോട്ട് പോകും, ബി ഡി സി ടു ടി ഡി സി, വീണ്ടും ടി ഡി സി ടു ബി ഡി സി, വീണ്ടും ബി ഡി സി ടു ടി ഡി സി. അങ്ങനെ 4 വട്ടം എന്ത് ചെയ്യുന്നുണ്ട്, പിസ്റ്റൺ മുകളിലോട്ടും താഴത്തോട്ടും പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. 1 power stroke is developed in 2 revolution of crankshaft. 1 revolution എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. അതായത് ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ 150 ഡിഗ്രി തിരിയും. 4 പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് 2 ഫുൾ റൊട്ടേഷൻ തിരിയേണ്ടതുണ്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റ് ഇതാണ്. 4 സ്ട്രോക്ക് എഞ്ചിനിൽ നിന്നും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇതാണ്. 4 stroke engine 1 power stroke is developed when 2 revolution of crankshaft. ക്രാങ്ക്ഷാഫ്റ്റ് 2 വട്ടം തിരിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നുള്ളൂ. ക്രാങ്ക്ഷാഫ്റ്റ് 2 വട്ടം തിരിയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നുള്ളൂ. അതെങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. കാര്യം എന്താ, ഇവിടെ കണ്ടോ, ഒരു 180 ഡിഗ്രി, ഒരു 180 ഡിഗ്രി, വീണ്ടും ഒരു 180 ഡിഗ്രി, വീണ്ടും ഒരു 180 ഡിഗ്രി, വീണ്ടും ഒരു 180 ഡിഗ്രി. അപ്പോൾ ഈ 360 നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 2 സ്ട്രോക്ക് കഴിയും. അത് കഴിഞ്ഞ് വീണ്ടും 360 നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 2 സ്ട്രോക്ക് വീണ്ടും കഴിയും. ഓക്കെ, അപ്പോൾ മൊത്തം 2 ഫുൾ റൊട്ടേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു 4 സ്ട്രോക്ക് എഞ്ചിന് ഫുള്ള് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ സ്ട്രോക്കിനെ കുറിച്ചും പഠിക്കാം. ഇതിൽ നിന്ന് വരുന്ന ചോദ്യം ഞാൻ കൃത്യമായി പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി പഠിക്കാൻ പറ്റും. ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം ടി ഡി സി ടു ബി ഡി സി.
സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് പിസ്റ്റൺ എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? പിസ്റ്റൺ മുകളിൽ നിന്നും താഴത്തോട്ടാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞു, ഒരു സിറിഞ്ചിന്റെ എക്സാമ്പിൾ പറഞ്ഞു. സിറിഞ്ചിൽ നമുക്ക് മരുന്ന് കയറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പിസ്റ്റനെ നമുക്ക് എന്ത് വേണം? മുകളിൽ നിന്ന് താഴത്തോട്ട് സഞ്ചരിപ്പിക്കണം. അപ്പോൾ പിസ്റ്റൺ മൂവ്സ് ഫ്രം TDC to BDC. A vacuum is created inside the engine cylinder. സിലിണ്ടറിനകത്ത് ഒരു നെഗറ്റീവ് പ്രഷർ കുറവായിരിക്കും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പുറത്തുള്ള പ്രഷറിനേക്കാൾ കുറഞ്ഞ പ്രഷർ ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? എഞ്ചിൻ സിലിണ്ടറിനകത്തോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? എയർ സിലിണ്ടറിനകത്തോട്ട് വരികയും എയർ ഈസ് സക്ക്ഡ് ഇൻ ടു ദി എഞ്ചിൻ സിലിണ്ടർ, എയർ സിലിണ്ടറിനകത്തോട്ട് വരികയും ചെയ്യുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റാണ്. വാക്വം ഏത് സ്ട്രോക്കിന്റെ സമയത്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറച്ച് പ്രഷർ സിലിണ്ടറിനകത്തുള്ളത് എന്ന് ചോദിക്കും. ഏത് സമയത്ത്, ഏത് സ്ട്രോക്കിലാണ് അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കുറഞ്ഞ മർദ്ദം സിലിണ്ടറിനകത്തുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ്? സക്ഷൻ സ്ട്രോക്ക് ആണ് ഉത്തരം. സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കുറഞ്ഞ മർദ്ദമായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? എഞ്ചിൻ സിലിണ്ടറിനകത്തോട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ. ഇൻലെറ്റ് വാൽവ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. എപ്പോൾ? സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. കാര്യം എയർ ഇൻലെറ്റ് വാൽവിലൂടെയാണ് ഉള്ളിലോട്ട് വരുന്നത്. ഇൻലെറ്റ് വാൽവ് എപ്പോഴും സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഓപ്പൺ ആയിരിക്കും. എക്സോസ്റ്റ് വാൽവ് അടഞ്ഞ പൊസിഷനിലും ആയിരിക്കും. അപ്പോൾ രണ്ട് ചോദ്യമാണ് ഇതിൽ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ളത്. ഒന്ന്, നെഗറ്റീവ് പ്രഷർ കുറവുള്ളത് സാധാരണ ഏത് സ്ട്രോക്കിന്റെ സമയത്താണ് എഞ്ചിൻ സിലിണ്ടറിനകത്ത് പ്രഷർ കുറവുള്ളത് എന്ന് ചോദിക്കും. അതേ സമയത്താണ് സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്താണ് സിലിണ്ടറിനകത്ത് പ്രഷർ കുറവുള്ളത്. ദ ഇൻലെറ്റ് വാൽവ് ഈസ് ഓപ്പൺ. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി കിടക്കുന്ന സ്ട്രോക്ക് ഏതാണെന്ന് ചോദിക്കും. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി കിടക്കുന്ന ഒറ്റ സ്ട്രോക്ക് ഉള്ളത് ഏതാണ്? സക്ഷൻ സ്ട്രോക്ക് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ട്രോക്ക് ഏതായിരുന്നു? അടുത്ത സ്ട്രോക്ക് ഏതായിരുന്നു? കംപ്രഷൻ സ്ട്രോക്ക്. അടുത്ത സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്ക്. പിസ്റ്റൺ മൂവ്സ് ഫ്രം BDC to TDC. BDC to TDC. പിസ്റ്റൺ താഴത്തു നിന്ന് മുകളിലോട്ട് പോകുന്നു. BDC to TDC. ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻസൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ ഇൻക്രീസസ്. ഈ പോയിന്റ് ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക് ഡാഷ് ഹാപ്പൻസ്. ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക് ഡാഷ് ഹാപ്പൻസ്. എന്താ സംഭവിക്കുന്നത്? പ്രഷർ കൂടും, ടെമ്പറേച്ചർ കൂടും. കാര്യം അടച്ചിട്ട ഒരു കണ്ടെയ്നറിനുള്ളിൽ നമ്മൾ എയറിനെ അമർത്തുകയാണ്. അടച്ചിട്ട ഒരു കണ്ടെയ്നറിനുള്ളിൽ നമ്മൾ എയറിനെ അമർത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായിട്ട് അവിടെ പ്രഷറും കൂടും, ടെമ്പറേച്ചറും കൂടും. എല്ലാവർക്കും അറിയുന്നതാണ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻസൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ ഇൻക്രീസ്. അപ്പോൾ ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും. ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക് എ പ്രഷർ ഇൻക്രീസസ്, ബി ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഡി സി വോളിയം ഇൻക്രീസസ്, ഡി എന്തായിരിക്കും? ബോത്ത് എ ആൻഡ് ബി. പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നു? കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ വരെ ഇങ്ങനെ ചോദിക്കാറുള്ളൂ. കാര്യം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ന് ഒറ്റ ഓപ്ഷനായി ചോദിക്കാറില്ല. മിക്കവാറും ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും ഈ ചോദ്യം വന്ന ഉത്തരം. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻ കണ്ടത് വെച്ച് പറയുന്നതാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട PSC പരീക്ഷ ഒക്കെ പാസ്സാവാം. അത്രയും സിമ്പിൾ ആയിരിക്കും PSC പരീക്ഷ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC പാറ്റേൺ എല്ലാം ഒരേപോലെ ആയിരിക്കും. ഓപ്ഷൻസ് പോലും ചിലപ്പോൾ മാറ്റാറില്ല. അതുകൊണ്ടാണ് അത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ പറയുന്നത്. കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് വാട്ട് വിൽ ഹാപ്പൻ? ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക് ഡാഷ് ഹാപ്പൻസ്. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻസൈഡ് ദി എഞ്ചിൻ സിലിണ്ടർ ഇൻക്രീസസ്. പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നു. അങ്ങനെ ആയി കഴിഞ്ഞാൽ മാത്രമേ എയർ ചൂടാവുള്ളൂ. ഈ ചൂടായ എയറിലോട്ട് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്താലേ നമുക്ക് പവർ കിട്ടുള്ളൂ. ഓക്കെ, ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണം. ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക് ബോത്ത് വാൽവ്സ് ആർ ഇൻ ക്ലോസ്ഡ് പൊസിഷൻ. കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് രണ്ട് വാൽവുകളും എന്തായിരിക്കും? ക്ലോസ്ഡ് പൊസിഷൻ ആയിരിക്കും. ഇതും PSCക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക് ബോത്ത് വാൽവ്സ് ആർ ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക് ഡാഷ്. ഡ്യൂറിംഗ് കംപ്രഷൻ സ്ട്രോക്ക് ഡാഷ് എന്തായിരുന്നു? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ, എക്സോസ്റ്റ് വാൽവ് ക്ലോസ്, ബോത്ത് വാൽവ്സ് ആർ ക്ലോസ്ഡ്, ബോത്ത് വാൽവ്സ് ആർ ഇൻ ഓപ്പൺ പൊസിഷൻ. എന്താ ഉത്തരം? രണ്ട് വാൽവുകളും അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വാൽവ് തുറന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അമർത്തുമ്പോൾ ആ വാൽവിലൂടെ ഗ്യാസ് പുറത്തോട്ട് പോകില്ലേ? ആ യുക്തി ആലോചിച്ചാൽ മതി. നമ്മൾ അമർത്തുമ്പോൾ എന്ത് വേണം? രണ്ട് വാൽവ് അടഞ്ഞിരുന്നാൽ മാത്രമേ ഇതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അമർത്തുമ്പോൾ സിറിഞ്ചിൽ നമ്മൾ വിരൽ കൊത്താതെ സിറിഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പിസ്റ്റൺ മരുന്ന് കയറിയ സിറിഞ്ചിനകത്തെ പിസ്റ്റൺ താഴത്ത് നിന്ന് മുകളിലോട്ട് അമർത്തി കഴിഞ്ഞാൽ ഈ മരുന്ന് പുറത്തോട്ട് ചീറ്റി പോകില്ലേ? അതാലോചിച്ചാൽ മതി. അപ്പൊ രണ്ട് വാൽവും എന്ത് വേണം? കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് അടഞ്ഞിരിക്കണം. അടുത്ത സ്ട്രോക്കാണ് പവർ സ്ട്രോക്ക്. At the end of compression stroke, fuel is injected into the engine cylinder. Fuel burns with an explosion. This explosion causes the piston moves downwards. എന്താണെന്ന് പറയാം. കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം ഫ്യൂവൽ ഇൻജക്റ്റഡ് ടു സിലിണ്ടർ. കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനത്തിൽ എന്ത് ചെയ്യുന്നു? ഫ്യൂവല് സിലിണ്ടറിനകത്തോട്ട് ഇൻജക്ട് ചെയ്യപ്പെടുകയും ഈ ഫ്യൂവൽ സിലിണ്ടറിനകത്തോട്ട് കത്തി ഒരു എക്സ്പ്ലോഷൻ, ഒരു
വളരെ വലിയൊരു എക്സ്പ്ലോഷൻ ക്രിയേറ്റ് ചെയ്യുക. ഈ എക്സ്പ്ലോഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്, പിസ്റ്റൺ മുകളിൽ നിന്നും താഴത്തോട്ട് പോരുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴാണ് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത്? ദ ഫ്യൂവൽ ഇഞ്ചക്റ്റഡ് ഇൻ ടു സിലിണ്ടർ എപ്പോഴാണ്? അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക്. കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. പവർ സ്ട്രോക്കിന്റെ ആദ്യത്തിലല്ല, അറ്റ് ദി ബിഗിനിങ് ഓഫ് പവർ സ്ട്രോക്ക് അല്ല. കാര്യം ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്താലേ പവർ സ്ട്രോക്ക് തുടങ്ങുള്ളൂ. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴാണ് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്? അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക്. എപ്പോഴാണ് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുക? എപ്പോഴാണ് ഇഞ്ചക്ട് ചെയ്യുക? അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക്, അറ്റ് ദി ബിഗിനിങ് ഓഫ് പവർ സ്ട്രോക്ക് അല്ല. കാര്യം പവർ സ്ട്രോക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യണം. ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ നമുക്ക് എങ്ങനെ പവർ കിട്ടുക? എങ്ങനെ ഫ്യൂവൽ കത്തിയാലേ പവർ കിട്ടുള്ളൂ. അപ്പോൾ ഫ്യൂവൽ കത്തി പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്വാഭാവികമായിട്ടും കംപ്രഷന്റെ അവസാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഡ്യൂറിങ് പവർ സ്ട്രോക്ക് ബോത്ത് വാൽവ്സ് ആർ ഇൻ ക്ലോസ്ഡ് പൊസിഷൻ. പവർ സ്ട്രോക്കിന്റെ സമയത്ത് വാൽവുകൾ രണ്ടും അടഞ്ഞ അവസ്ഥയിലായിരിക്കും. സിമ്പിൾ ആണ്, നമ്മൾ ചിത്രത്തിൽ കണ്ടതാണ്. രണ്ട് വാൽവുകളും എന്തായിരിക്കും? അടഞ്ഞ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. അടുത്തത് എക്സ്ഹോസ്റ്റ് സ്ട്രോക്ക്. ദി പിസ്റ്റൺ മൂവ്സ് ഫ്രം BDC ടു DDC. താഴെ നിന്ന് മുകളിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, പിസ്റ്റന്റെ സഞ്ചാരം. ദി ബേൺഡ് ഗ്യാസസ് ഇൻസൈഡ് ദി എൻജിൻ സിലിണ്ടർ ഗോ ഔട്ട് ത്രൂ ദി എക്സോസ്റ്റ് വാൽവ്. സിലിണ്ടറിനകത്തുണ്ടായിരുന്ന കത്തിക്കഴിഞ്ഞ വാതകങ്ങൾ എന്ത് ചെയ്യുന്നു? സിലിണ്ടറിൽ നിന്നും പുറത്തോട്ട് പോകുന്നു. ഡ്യൂറിങ് എക്സോസ്റ്റ് സ്ട്രോക്ക് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആൻഡ് ഇൻലെറ്റ് വാൽവ് ഇൻ ക്ലോസ്ഡ് പൊസിഷൻ. ഈ ചോദ്യമാണ് ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. എക്സോസ്റ്റ് സ്ട്രോക്കിന്റെ സമയത്ത് വാൽവുകളുടെ അവസ്ഥ എന്താണ്? എക്സോസ്റ്റ് വാൽവ് ഇൻ ഓപ്പൺ പൊസിഷൻ ആൻഡ് ഇൻലെറ്റ് വാൽവ് ഇൻ ക്ലോസ്ഡ് പൊസിഷൻ. എക്സോസ്റ്റ് സ്ട്രോക്കിന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയി കിടക്കുകയും ഇൻലെറ്റ് വാൽവ് അടഞ്ഞു കിടക്കുകയും ആവും ചെയ്യുക. പ്രധാനമായിട്ടും ചോദ്യം കണ്ടിട്ടുള്ളത് ഒന്നുകിൽ പവർ സ്ട്രോക്കിൽ, അതായത് കംപ്രഷൻ ഫ്യൂവൽ എപ്പോഴാണ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് ചോദിക്കും. ഫ്യൂവൽ എപ്പോഴാണ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്? അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക്. വേറെ ഒരു സമയത്തും ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താൽ കത്തില്ല. കാര്യം എന്താ? ഫ്യൂവൽ എയർ ചൂടായി കിടക്കുന്നതിലേക്ക് മാത്രം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താലേ ഫ്യൂവൽ കത്തുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക് ആണ് എന്ത് ചെയ്യുന്നത്, ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അത് കഴിഞ്ഞാൽ എക്സോസ്റ്റ് വാൽവ് എക്സോസ്റ്റ് സ്ട്രോക്കിന്റെ സമയത്ത് ഏതൊക്കെ വാൽവുകളാണ് തുറന്നു കിടക്കുന്നത്? എക്സോസ്റ്റ് വാൽവ് തുറക്കും, ഇൻലെറ്റ് വാൽവ് അടഞ്ഞു കിടക്കും. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് കംപ്രഷൻ സ്ട്രോക്ക് എന്താണ് സംഭവിക്കുന്നത്? ഡ്യൂറിങ് കംപ്രഷൻ സ്ട്രോക്ക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഇൻസൈഡ് ദി എൻജിൻ സിലിണ്ടർ ഇൻക്രീസസ്. ഓക്കെ, അടുത്തത് നെഗറ്റീവ് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറഞ്ഞ പ്രഷർ സിലിണ്ടറിനകത്ത് ഉണ്ടായിരിക്കുന്ന സമയം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരുന്നു? സക്ഷൻ സ്ട്രോക്കിന്റെ സമയത്ത് അന്തരീക്ഷ മർദ്ദത്തെക്കാൾ കുറഞ്ഞ മർദ്ദമായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? സിലിണ്ടറിനകത്തോട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം 4 സ്ട്രോക്ക് പറഞ്ഞു. ഫസ്റ്റ് സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഈ ഓർഡറും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സക്ഷൻ, അത് കഴിഞ്ഞ് കംപ്രഷൻ, അത് കഴിഞ്ഞ് പവർ, അത് കഴിഞ്ഞ് എക്സോസ്റ്റ്. കാണാതെ പഠിക്കരുത്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ തെറ്റും. നമ്മളെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഫസ്റ്റ് സക്ഷൻ, എയറിനെ വലിച്ച് ഉള്ളിലോട്ട് കയറ്റും. അത് കഴിഞ്ഞ് കംപ്രഷൻ, എയറിനെ എന്ത് ചെയ്യുന്നു? തള്ളി ചൂടാക്കുന്നു. പ്രഷറും ടെമ്പറേച്ചറും കൂട്ടുന്നു. അത് കഴിഞ്ഞ് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത് താഴത്തോട്ട് പിസ്റ്റൺ വരുന്നതിന് പവർ. അത് കഴിഞ്ഞ് കത്തി കഴിഞ്ഞ പുകയെ പുറത്തോട്ട് തള്ളി കളയുന്നു. എക്സോസ്റ്റ്. അപ്പൊ ഈ ക്രമം പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിംഗ് നിങ്ങൾ മറക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എത്ര ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റ് തിരിയും? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര ഡിഗ്രി തിരിയും? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് 720 ഡിഗ്രി തിരിയും. 720 ഡിഗ്രി എന്ത് ചെയ്യുന്നു? ക്രാങ്ക് ഷാഫ്റ്റ് തിരിഞ്ഞാലേ ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഞാൻ ഒന്നുകൂടി അത് കൃത്യമായി പറയാൻ, കാര്യം പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. എ 4 സ്ട്രോക്ക് എഞ്ചിൻ പ്രൊഡ്യൂസസ് 1 പവർ സ്ട്രോക്ക് ഇൻ 2 revolution ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. ഒരു പകുതി റവല്യൂഷൻ, അത് കഴിഞ്ഞ് വേറൊരു പകുതി റവല്യൂഷൻ, അത് കഴിഞ്ഞ് വേറൊരു പകുതി റവല്യൂഷൻ, അത് കഴിഞ്ഞ് വേറെ പകുതി റവല്യൂഷൻ. അപ്പൊ 4 പകുതി റവല്യൂഷൻ, അതായത് 2 ഫുൾ റൊട്ടേഷൻ ക്രാങ്ക് ഷാഫ്റ്റിന്റെ കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എഞ്ചിൻ ആയിരുന്നു. എഞ്ചിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എഞ്ചിൻ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണെന്ന് പറഞ്ഞു. റൊട്ടേഷൻ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ആണെന്ന് പറഞ്ഞു. ഈ റൊട്ടേഷൻ എനർജി നമുക്ക് വാഹനത്തെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഒരു ജനറേറ്ററിലോട്ട് കൊടുത്താൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാം. നിങ്ങളെ സിവിലിലൊക്കെ പൈലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ചില മെഷീനറികളൊക്കെ എഞ്ചിൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും.
അപ്പോൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു പ്രൈം മൂവറാണ്, റൊട്ടേഷൻ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത് എഞ്ചിൻ. അടുത്തത് ടി ഡി സി. ടി ഡി സി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താ ടി ഡി സി എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെന്റർ. ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ഏറ്റവും മുകൾ ഭാഗത്തായി എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷനാണ് എന്ത് പറയുന്നത്, ടി ഡി സി എന്ന് പറയുന്നത്. അടുത്തത് ബി ഡി സി, ബോട്ടം ഡെഡ് സെന്റർ. എന്തായിരുന്നു, പിസ്റ്റൺ ഏറ്റവും താഴ്ഭാഗത്തായി എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറഞ്ഞു. സ്ട്രോക്ക്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ടി ഡി സിയുടെയും ബി ഡി സിയുടെയും ഇടയിലുള്ള അകലത്തെ നമ്മൾ എന്ത് പറയുന്നു, സ്ട്രോക്ക് എന്ന് പറയുന്നു. ഈ സഞ്ചരിക്കുന്ന ദൂരത്തെയും സ്ട്രോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയാം. ആ ഭാഗത്തെ വോളിയത്തിന് നമ്മൾ സെപ്റ്റ് വോളിയം അഥവാ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞു. ടി ഡി സിയുടെ മുകളിൽ, പിസ്റ്റൺ ടി ഡി സിയിൽ എത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മുകളിലെ വോളിയത്തിന് നമ്മൾ എന്ത് പറഞ്ഞു, ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ബോർ പറഞ്ഞു. ബോർ എന്തായിരുന്നു, ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ആൻ എഞ്ചിൻ സിലിണ്ടർ ഇസ് കോൾഡ് ബോർ. സിലിണ്ടറിനകത്തെ ഡയമീറ്ററിനെയാണ് എന്ത് പറയുന്നത്, ബോർ എന്ന് പറയുന്നത്. കംപ്രഷൻ റേഷ്യോയുടെ ഇക്വേഷൻ ഒരു കാരണവശാലും മറക്കരുത്. എന്തായിരുന്നു, വി എസ് പ്ലസ് വി സി ഡിവൈഡർ ബൈ വി സി. ഒരു കാരണവശാലും മറക്കരുത്. ടോട്ടൽ വോളിയത്തെ ക്ലിയറൻസ് വോളിയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റേഷ്യോ ആണ് കംപ്രഷൻ റേഷ്യോ. അത് കഴിഞ്ഞ് നമ്മളൊരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിങ്ങും പറഞ്ഞു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 4 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്കിങ്ങിൽ ഞാൻ പറഞ്ഞ നെഗറ്റീവ് പ്രഷർ എപ്പോഴാണ് ഉണ്ടാവുക, കംപ്രഷൻ സ്ട്രോക്കിന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കംപ്രഷൻ റേഷ്യോന്റെ ഇക്വേഷൻ ഒരു കാരണവശാലും മറക്കാതിരിക്കുക. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറക്കില്ല. അത് കഴിഞ്ഞാൽ ബോർ എന്താണെന്ന് പഠിക്കുക, സ്ട്രോക്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ടി ഡി സിയുടെയും ബി ഡി സിയുടെയും നിർവചനവും മനസ്സിലാവുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെട്രോൾ എഞ്ചിനെ കുറിച്ചും ഡീസൽ എഞ്ചിനെ കുറിച്ചും അതുപോലെ തന്നെ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ചോദ്യം വരുന്ന ഒരു മേഖലയാണ് നാളത്തെ ക്ലാസ്. അപ്പോൾ ആരും നാളെ മിക്സ് ആവാതിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.